ഭരണം നടത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇങ്ങനെ ഒരു പേര് വേറെ എവിടെയും കേട്ടതായി ഞാൻ ആദ്യം വേറെ എവിടെയും ഞാൻ ഈ പേര് കേട്ടി. അപ്പോൾ ഉസ്താദിന്റെ ആ വലിയ ബസീറത്ത് ദീർഘവീക്ഷണം ആണ് ആ പേരിന്റെ മുൻപോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ദൈവം സംരംഭങ്ങൾ ഈ ചെറിയൊരു പ്രദേശത്ത് നടത്തി വരാൻ കഴിയുമെന്ന് നേരത്തെ ആ വലിയ ബസീറത്ത് കൊണ്ട് മനസ്സിലാക്കി അതിന് നിങ്ങളെ ചുമതലപ്പെടുത്തി ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നതിനാകില്ല വലിയൊരു നിയമത്തായി നമുക്ക് മനസ്സിലാവുന്നു. ഈ നിയമത്ത് ഉസ്താദ് എങ്ങനെയൊക്കെ ഇവിടെ ഖൈറുകൾ നിലനിർത്തലാണോ ഉദ്ദേശിച്ചത് ആ രീതിയിൽ മുഴുവൻ ഖൈറാത്ത് സ്ഥാപിക്കാനും നിലനിർത്താനും പടച്ച റബ്ബ് ഈ പ്രദേശത്തുകാർക്ക് മുഴുവൻ ഇവിടുത്തെ സംഘകുടുംബത്തിന് മുഴുവർക്കും പ്രത്യേകിച്ച് ഈ കമ്മിറ്റി അംഗങ്ങൾക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി ഇപ്പോൾ വായിച്ച കമ്മിറ്റിയെയും ഇതുവരെ പ്രവർത്തിച്ചവരെയും പ്രവർത്തന രംഗത്തായിരിക്കെ മരണപ്പെട്ടു പോയവരെയും ഇനി ഖിയാമത്ത് നാൾ വരെ ആരെല്ലാം പ്രവർത്തിക്കുമോ സഹകരിക്കുമോ എല്ലാവരെയും അല്ലാഹു തആല ഖബൂലാക്കട്ടെ. അസാസുൽ ഖൈറാത്ത് എല്ലാ ഖൈറാത്തിന്റെയും ഫൗണ്ടേഷൻ അടിസ്ഥാനം. അവ ഇനി ഇവിടെ ഒരു ഖൈറും ഇല്ലാതിരിക്കാൻ പാടില്ല. അസാസിന് അൽ ഖൈറാത്ത് എന്നതിലേക്ക് വാസ്തു ഉസ്താദ് നല്ല ഭാഷയിൽ നല്ല കഴിവുള്ളതാണ്. മകളാണ് എൻ്റെ ഭാര്യ. എനിക്ക് ശരിക്കും അറിയാത്ത സ്ഥലം ചിലപ്പോൾ ചെല്ലുമ്പോൾ അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഒന്ന് വായിച്ചാടി അവര് ആരായി നിർത്തിയിട്ട് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് പോലും ചിലപ്പോൾ അത്ഭുത ശവായി ചോദിക്കും ചെല്ലുമ്പോൾ. അപ്പൊ അതിന്റെ ലോകത്തുകളും ഭാഷകളും എല്ലാ വശങ്ങളും വ്യാകരണ നിയമങ്ങളും ഫുള്ള് അവർക്ക് കാണാൻ പാടില്ല. ഇങ്ങനെ വാക്യമായി ആരായികൾ നടക്കുകയാണെങ്കിൽ പോലും മുഴുവൻ ഓതിയത് ഫുള്ള് നല്ല ഓർമ്മശക്തിയുള്ള ഒരു മഹാനായി നിരവധി വർഷങ്ങൾ ഇടപഴകിക്കുമ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഗുരുവിനിങ്ങനെ നാട്യറായി നിൽക്കുന്ന ഒരാളല്ല, നല്ല ആഴമേറിയ ഇരുമ. ആ ഇരുമിൽ നിന്ന് വന്നതാണ് ഈ പേര് അസാസുൽ ഖൈറാത്ത്. അൽ ഖൈറാത്ത് എന്ന് പറയുമ്പോൾ എല്ലാ ഖൈറുകളും എന്നാണ് ഉസൂലിന്റെ അടിസ്ഥാനത്തിൽ വിധാനശാസ്ത്ര നിയമമനുസരിച്ച് മുഴുവൻ നന്മകളുടെയും അടിസ്ഥാനം. അപ്പൊ ഇവിടെ ഒരു നന്മകളിലും കുറവ് വരാൻ പാടില്ല. നിങ്ങൾ കുറവ് വരുത്തുമെന്നല്ല ഞാൻ പറയുന്നത്. ഞാനൊന്ന് പറയട്ടെ, ഇവിടെ ജാക്കിയല്ലാതെ